ما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد. അള്ളാഹുവിൽ വിശ്വസിച്ചെന്നല്ലാതെ ഒരു കുറ്റവും അവർ ചെയ്തില്ലല്ലോ. സുമയ്യ ബീവിയെ കുറിച്ച് ആരോ ഇത് പറഞ്ഞപ്പോ അബുൽ ഹക്കം അബൂജഹൽ അതേ മാത്രയിൽ സുമയ്യ ബീവിയുടെ വീട്ടിലേക്കാ വന്നത്. ഡോറിന് മുട്ടി കതകിന്റെ വിടവിലൂടെ നോക്കും അബുൽ ഹക്കമാ. സുമയ്യാക്ക് മനസ്സിലായി അബുൽ ഹക്കമിന് വിവരം കിട്ടിയിട്ടുണ്ടാകും. വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. പറഞ്ഞു, വെടി സുമയ്യ, വാതിൽ തുറക്കടി, ഞാൻ അബുൽ ഹക്കമാൻ. തുറക്കാൻ കൂട്ടാക്കിയില്ല. കാലുകൊണ്ട് ചവിട്ടി പൊളിച്ചാകത്തേക്ക് കിടന്നത്. സുമയ്യയോട് പറഞ്ഞു, സുമയ്യ നീ എന്താ ഓതിക്കൊണ്ടിരുന്നത്? ഞാൻ ഇങ്ങോട്ട് കയറുമ്പോ അതിങ്ങത്താ സുമയ്യ. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ ഈത്തപ്പന ഓലകളിലും ഈത്തപ്പന മട്ടലുകളിലും തോലുകളിലും എഴുതി വെച്ചിരുന്ന ആയത്തുകൾ കൊടുക്കാൻ കൂട്ടാക്കിയില്ല. സുമയ്യയെ പിടിച്ചുകൊണ്ടു പോവുകയാണ് അബൂജഹൽ. അബൂജഹലിന്റെ കൂടെയുള്ള അനുയായികളും അമ്മാറുമുണ്ട്, യാസിറുമുണ്ട്. എല്ലാവരെയും കൊണ്ടുപോയി സുമയ്യ ബീവിയെ മരുഭൂമിയിൽ കൊണ്ടുപോയി വരിഞ്ഞു മുറുക്കി കെട്ടുകയാണ്. ചാട്ട കൊണ്ടടിക്കാൻ പറഞ്ഞു സുമയ്യയെ. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ ചാട്ട കൊണ്ട് ക്രൂരമായി അടിച്ചു. അമ്മാറിനെ അടിച്ചു, അതേപോലെ യാസിറിനെയും അടിച്ചു. അവരോട് പറഞ്ഞു, മുഹമ്മദിന്റെ മാർഗത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇഞ്ചിഞ്ചായി മരിക്കേണ്ടി വരുമെന്ന്. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ കേവലം ഒരു പെണ്ണാ. ഒരു പെണ്ണിന്റെ മനസ്സിന്റെ ബലഹീനത എത്ര വലിയ ബലഹീനമായിരിക്കും. എന്നാൽ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖൽബ് നിറയെ അല്ലാഹുവിനോടുള്ള സ്നേഹമായിരുന്നു, ഹബീബായ റസൂലുള്ളാഹിനോടുള്ള സ്നേഹമായിരുന്നു. കെട്ടിയിട്ട് ക്രൂരമായി അടിക്കാൻ തുടങ്ങി. സുമയ്യ പിന്മാറിയെന്ന് സുമയ്യ പറയാൻ കൂട്ടാക്കുന്നില്ല. അബൂജഹൽ പറഞ്ഞു, പോരാ, ചാട്ടവണ്ട് കോറ കൊണ്ടടിച്ചാൽ പോരാ, ഇരുമ്പിന്റെ ദണ്ടുകൾ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇരുമ്പിന്റെ ദണ്ടുകൾ പഠിപ്പിച്ച് സുമയ്യയുടെ, അമ്മാറിന്റെ, യാസിറിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ചൂടുവച്ചു. അവരോട് പറഞ്ഞു, പറയൂ, നിങ്ങൾ അല്ലാഹുവിനെ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്ന്. അവർ പറഞ്ഞു, ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമെന്ന്. ഈ ശിലാബിംബങ്ങൾ എന്റെ ദൈവമാകാൻ പറ്റാവുന്നവരല്ല. അത് മനുഷ്യർ കൈകൊണ്ട് നിർമ്മിച്ച ദൈവങ്ങളാണ്, അവരവർക്ക് പേര് വെച്ചതാണ്. ഞങ്ങൾ അല്ലാഹുവിനെ കൈവിടാൻ തയ്യാറില്ല. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ പിൽക്കാലത്തന്ന് ചൂടുവച്ചതിന്റെ അടയാളമുണ്ടായിരുന്നുവത്രേ. അവസാനം അതാ ദിവസങ്ങളോളം അവിടെ തന്നെ കിടത്തി ശിക്ഷിക്കുകയാണ്. വൈകുന്നേരമായാൽ വീട്ടിലേക്ക് തിരിച്ചുവിടും. എന്തിനാ? നാളെയും ഇതുപോലെ ശിക്ഷിക്കും, ഇതിനേക്കാൾ കഠിനമായിരിക്കും ശിക്ഷ എന്നാ പറയാ. എന്നിട്ട് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് പോകും. പിറ്റേ ദിവസവും വന്ന് ശിക്ഷിക്കും, ക്രൂരമായ ശിക്ഷ. അവസാനം സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ പിന്മാറില്ലെന്നല്ലെന്ന് കണ്ടപ്പോഴാ തീ ചുട്ട് പഠിപ്പിച്ച ഇരുമ്പിന്റെ ദണ്ടെടുത്ത് ഗുഹ്യ ഭാഗത്തുകൂടെ കുത്തിക്കയറ്റുന്നത്, മൂർധാവിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നത്, ഗുഹ്യ ഭാഗത്തുകൂടെ ശരീരത്തിന്റെ അന്തർഭാഗത്തേക്ക് കുത്തിക്കയറ്റുന്നത്. സുമയ്യ റളിയല്ലാഹു അൻഹാ ഈ വിവരം അല്ലാഹുവിന്റെ ഹബീബ് അറിഞ്ഞപ്പോഴാ യാസിർ കുടുംബത്തെ ക്രൂരമായി ശത്രുക്കൾ പെരുമാറി എന്ന വിവരം അറിഞ്ഞപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് രണ്ട് കണ്ണിലും വെള്ളം നിറച്ചിട്ട് യാസിറിനോട് പറയുകയാണ്, അമ്മാറിനോട് പറയുകയാണ്, ഇസ്ബിർ അലാ യാസിർ, ഇസ്ബിർ അലാ യാസിർ. ചെറുപ്പക്കാരെ കേൾക്കണം, വികാരം കൊണ്ടല്ല പ്രതികരിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ ഉമ്മത്തിനെ, ഇസ്ബിർ അലാ യാസിർ, ഓ യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക. ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം സ്വർഗ്ഗമാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു, ആരാ മിസ്അബ് റളിയല്ലാഹു അൻഹു? അമ്മാറായാലും ബിലാലായാലും യാസിറായാലും സുമയ്യയായാലും അങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. അവരിൽപ്പെട്ടവരാ ചെറുപ്പക്കാരനായ മിസ്അബ് റളിയല്ലാഹു അൻഹു. 17 വയസ്സേ മിസ്അബിനുള്ളൂ. 17 വയസ്സ്. ആരോ കൂട്ടുകാരൻ പറഞ്ഞു, ഇങ്ങനൊരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന്, മുഹമ്മദ് നബിയാണ് എന്ന്, ഒരു പുതിയ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന്. കഅബയിലുള്ള ബിംബങ്ങളൊന്നും ദൈവമല്ലെന്നാണ് അയാൾ പറയുന്നത്. ഏകനായ അല്ലാഹുവിനെ ആരാധിക്കാവൂവെന്ന്.
ഇത് കേട്ടപ്പോഴാണ് മിസ്അബിന് തോന്നി അദ്ദേഹത്തെ ഒന്ന് പോയി കാണണം. ദാറുൽ അർഖമിലാണ് ആ പ്രവാചകനുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു. മിസ്അബ് നേരെ ചെന്നു. ഇരുട്ടിലാ ചെന്നത്. ചുറ്റുഭാഗത്തും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി നേരെ ദാറുൽ അർഖമിലേക്ക് കയറി. 17 വയസ്സുള്ള ചെറുപ്പക്കാരനാ. ഉമ്മമാരെ, ഉപ്പമാരെ, ക്രിക്കറ്റിന്റെ വേറ്റും പിടിച്ചു കളിക്കാൻ നടക്കുന്ന പ്രായമാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലേക്ക് കയറി. അല്ലാഹുവിന്റെ ഹബീബ് മിസ്അബിനെ ചാരത്തിരുത്തി. ആരാ മിസ്അബ് എന്നറിയോ നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉപദേശം കേട്ടു. ഉപദേശം കേട്ടപ്പോ മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരികയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. പക്ഷേ മുസ്അബ് ഈമാൻ രഹസ്യമാക്കി വെക്കൂ. ദാറുൽ അർഖമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റുപാട് നോക്കി ആരുമില്ലല്ലോ. ഉറപ്പ് വരുത്തിയാണ് ദാറുൽ അർഖമിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഈമാൻ രഹസ്യമാക്കി വെച്ചു. വീട്ടിനകത്ത് ചെന്നു. ഉമ്മയും ഉപ്പയും ഈ വിവരമറിയില്ല. മുസ്അബിന്റെ കുടുംബം സാധാരണ കുടുംബമല്ല. മുസ്അബിന്റെ കുടുംബം മക്കയിലെ പ്രധാനപ്പെട്ട കുടുംബമാണ്. മാത്രമല്ല പിതാവ് മക്കയിലെ നേതാക്കളുടെ കൂട്ടത്തില്, ഉമ്മയാണെങ്കിലോ കുലീന കുടുംബത്തില്. മുസ്അബിന്റെ പിതാവിനേക്കാളും പേടി ഉമ്മയോടാ. ഉമ്മ കുലീനയാ, തന്റേടിയാണ്. ആ കാലഘട്ടത്തിലെ തന്റേടിയാണ് ഉമ്മ. അതുകൊണ്ട് തന്നെ മുസ്അബ് ഈ വിവരം ആരോടും പറഞ്ഞില്ല. മുസ്അബ് രഹസ്യമാക്കി വെച്ചു. അള്ളാഹുവിന്റെ ഹബീബിനെ കാണണം എന്ന് തോന്നുമ്പോ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് ദാറുൽ അർഖമിലേക്ക് പോകാറുള്ളത്. കാരണം ഞാൻ അള്ളാഹുവിന്റെ ഹബീബിൽ വിശ്വസിച്ചു എന്നറിഞ്ഞാൽ ഉമ്മയും പിതാവും ഇഞ്ചിഞ്ചായി തന്നെ കൊന്നുകളയും എന്ന് മിസ്അബിനറിയാം. പക്ഷേ സംഭവിക്കേണ്ടത് തന്നെയാ സംഭവിച്ചത്. മിസ്അബ് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ദാറുൽ അർഖമിലേക്ക് പോകുന്നത് ഏതോ ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ നേരെ മുസ്അബിന്റെ ഉമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ മുസ്അബും മുഹമ്മദിന്റെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടാ തോന്നുന്നത്. മുസ്അബ് പിന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് പോയി തിരിച്ചു വന്നതാ വീട്ടിലേക്ക്. ഉമ്മയുടെ മുഖത്തിന്റെ നിറം മാറി, ഉമ്മയുടെ സ്വഭാവം മാറി. മുസ്അബേ ഇവിടെ വാടാ. ഗൗരവത്തോടെ ഉമ്മയുടെ വിളി. മിസ്അബ് ചെന്നു. മിസ്അബിന്റെ മനസ്സിലായി ഉമ്മ എന്തോ അറിഞ്ഞിട്ടുണ്ടെന്ന്. നീ മുഹമ്മദിന്റെ മതം ചേർന്നിട്ടുണ്ടടാ? മിസ്അബിനോട് ചോദ്യം. മിസ്അബ് പറഞ്ഞു, അതെ ഉമ്മ. മറച്ചു വെച്ചില്ല മിസ്അബ്. ഉമ്മ, ഞാൻ എൻ്റെ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് ഉമ്മ. എന്നെ സൃഷ്ടിച്ചവനവനാ, എന്നെ പരിപാലിക്കുന്നവനവനാ. ഉമ്മ, കഅബയിൽ നമ്മൾ ആരാധിക്കുന്ന ബിംബങ്ങൾ എങ്ങനെ നമ്മുടെ ദൈവമാകാൻ? ഉമ്മയുടെ മകന്റെ സംസാരം ഇങ്ങനെ കാട് കയറാൻ തുടങ്ങിയപ്പോ ഉമ്മ പറഞ്ഞു, മിണ്ടണ്ട, നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഉമ്മ നേരെ കയറെടുത്ത് മിസ്അബിനെ കെട്ടിയിട്ടിട്ട് പറഞ്ഞു, മോനെ മുസ്അബേ, മുഹമ്മദിന്റെ മാർഗത്തിൽ നിന്ന് പിന്മാറണം. മുസ്അബ് മാറാൻ തയ്യാറായില്ല. ദിവസങ്ങളോളം വീടിന്റെ തൂണിൽ കെട്ടിയിട്ടു വന്നല്ല, ക്രൂരമായി പ്രഹരിച്ചു മാതാവിനോടൊപ്പം പറഞ്ഞു, ഉമ്മ, അങ്ങയുടെ അടിയേറ്റി കയറിൽ പിടഞ്ഞു മരിക്കേണ്ടി വന്നാലും എന്റെ ഹബീബിന്റെ വടി ഞാൻ ഹബീബിന്റെ വടിയിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറില്ല. മുസ്അബിന്റെ മാതാവിന്റെ മനസ്സിലായി മുസ്അബിനെ മാറ്റാൻ കഴിയില്ല. അപ്പൊ പിന്നെ പുതിയൊരു തന്ത്രമാ ഉപയോഗിച്ചത്. ഹാദിയുടെ അമ്മ ചെയ്ത പോലെ പുതിയൊരു തന്ത്രം എന്താ? മോനോട് പറഞ്ഞ, മോനെ, നിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കഴിക്കാതെ പെടഞ്ഞു ഞാൻ മരിക്കുന്നത് നീ കാണേണ്ടി വരും. അപ്പൊ പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ഉമ്മ ഭക്ഷണം കഴിക്കണോ? ഈ ദീന് സത്യമാണ് ഉമ്മ. ഈ ദീനിലേക്ക് നിങ്ങൾ കടന്നു വരണോ? ഉമ്മ, ഈ മതത്തിൽ നിന്ന് എന്നെ പിന്മാറ്റാമെന്ന് കരുതി അങ്ങ് പട്ടിണി കിടന്നിട്ട് കാര്യമില്ല ഉമ്മ. മാതാവിന് മനസ്സിലായി, പിതാവിന് മനസ്സിലായി മുസ്അബിനെ മാറ്റാൻ കഴിയില്ല. തൂണിൽ നിന്ന് കെട്ടഴിച്ച് വിട്ടിട്ട് പറഞ്ഞു, വടാ മുസ്അബേ, ഇനി നീ ഈ വീടിന്റെ പണി കയറാൻ പാടില്ല. ഞങ്ങൾ എഴുതി വെക്കുമടാ. ആരാ മുസ്അബ്? മക്കയിലെ ഏറ്റവും ധനാഢ്യ കുടുംബത്തിൽപ്പെട്ട ആളാ. ചിന്തിക്കണം എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിൽ വിശ്വസിച്ചത് കാരണം എന്തൊക്കെ നഷ്ടപ്പെട്ടവരാ പൂർവികന്മാർ അല്ലേ? ആസാമിൽ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാ,
ഇത്രയും ആളുകൾ അവർ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവരാ. അവർക്ക് രാജ്യത്തുള്ള സിറ്റിസൺഷിപ്പ് കട്ട് ചെയ്യാൻ പോവുകയാണ്. രാജ്യത്തെ പൗരത്വം അവർക്ക് നിഷേധിക്കാൻ പോവുകയാണെന്ന്. ഇതൊന്നും അത്ഭുതപ്പെടേണ്ട എന്റെ സഹോദരങ്ങളെ, ചരിത്രത്തിൽ കഴിഞ്ഞു പോയതാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, എടാ മിസ്അബേ, നിനക്ക് സ്വത്ത് തരില്ലെന്ന് ഞങ്ങൾ എഴുതി വെക്കോ, ഞങ്ങളുടെ സ്വത്ത് അനന്തരം നിനക്ക് കിട്ടില്ലടാ മിസ്അബേ. മിസ്അബ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിരുന്നത് അഅ്തറു അഹ്ലി മക്ക, മക്കയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധം ഉപയോഗിച്ചിരുന്ന ആൾ എന്നാണ്. അഅ്തറു അഹ്ലി മക്ക, മക്കയിലെ ഏറ്റവും സുഗന്ധം ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ മഹാനവറുകൾ അറിയപ്പെട്ടിരുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധ. മാത്രമല്ല, അന്ന് ലഭ്യമായ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം ഇതൊക്കെയായിരുന്നു മിസ്അബ് ധരിച്ചിരുന്നത്. ഉമ്മ പറഞ്ഞു, മോനെ മിസ്അബേടാ മിസ്അബേ, ഇനി നീ അവകാശം ചോദിച്ചിങ്ങോട്ട് വരരുത്, നിനക്ക് അവകാശം തരില്ലടാ എന്ന്. അപ്പോഴാ മിസ്അബ് പറഞ്ഞത് റളിയല്ലാഹു അൻഹു, ഉമ്മാ, അല്ലാഹുവിന്റെ സ്വർഗം വിശാലമാണ് ഉമ്മ എന്ന്. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു നേരെ ഇറങ്ങിപ്പോയത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം മിസ്അബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് മദീനയിൽ നിന്ന് ചില സ്വഹാബികൾ വന്നല്ലോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ വിശ്വസിക്കുകയും ചെയ്തല്ലോ. ആ സ്വഹാബികൾ മദീനയിലേക്ക് അവർ തിരിച്ചു പോകുമ്പോ, യത്രിബിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ഒരാളെ പറഞ്ഞയച്ചു തരണേ എന്ന്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു കൊടുത്തത് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, മിസ്അബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന ഘട്ടം എങ്ങനെയായിരുന്നു എന്നറിയുമോ എന്റെ സഹോദരങ്ങളെ? ഹബീബായ ചരിത്രം ഞാൻ ദീർഘിപ്പിച്ചു പറയില്ല. ഞാൻ പറയുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതോ കേട്ടുകൊണ്ടിരിക്കുന്നതോ ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. വളരെ വളരെ നിസ്സാരമല്ലേ? ഈമാന് വേണ്ടി ത്യാഗം ചെയ്തു പോയ മഹാന്മാരെ കുറിച്ച് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആനിൽ. സ്വഹാബികളെ സമാധാനിപ്പിക്കാനാണ് അള്ളാഹു ആ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്. ഏത് സ്വഹാബികളെ? അമ്മാറിനെ, ചാട്ട കൊണ്ട് അടികിട്ടിയ ബിലാലിനെ, അതേപോലെ ഇരുമ്പിന്റെ ദണ്ട് ഗുഹ്യ ഭാഗത്തേക്ക് കുത്തിക്കയറ്റപ്പെട്ട മഹദി സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ, അതേപോലെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ, മദീന മുനവ്വറയിൽ ചെന്ന മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനത്തെ ഇസ്ലാമിക പ്രബോധനത്തിന് പ്രധാനമായും നേതൃത്വം കൊടുത്തത് മുസ്അബ് റളിയല്ലാഹു അൻഹുവായിരുന്നുവത്രേ. ചെറുപ്പക്കാരനാ, പക്ഷേ വല്ലാത്ത സ്വഭാവമാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ സൽസ്വഭാവമാണത്രേ മദീനയിൽ ഇസ്ലാം വ്യാപിക്കാൻ കാരണമായത്. അങ്ങനെ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നല്ലോ, പലായനം ചെയ്തു വന്നല്ലോ. അങ്ങനെ റസൂലുള്ളാഹിന്റെ ചുറ്റുമായി പിന്നെ മുസ്അബ് റളിയല്ലാഹു അൻഹു അല്ലേ, ഇന്നും മദീനയിൽ പോയാൽ കാണാം. റസൂലുള്ളാഹിന്റെ വീടിനോട് ചേർന്നൊരു തിണ്ണയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിനോട് ചേർന്നുള്ളൊരു തിണ്ണയാണത്. ആ തിണ്ണയിലായിരുന്നല്ലോ മിസ്അബ് റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ കഴിഞ്ഞുകൂടിയിരുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിന്റെ രണാങ്കണത്തിൽ ഉഹദിന്റെ യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ മുമ്പിൽ തടിച്ചുകൂടിയ സ്വഹാബികളെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അയ്ന മുസ്അബ്, എന്റെ മുസ്അബ് എവിടെ എന്ന്. പെടാണ് ആ കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരനായ മുസ്അബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൽ വിശ്വസിച്ചത് കാരണം വാപ്പയെ ഉപേക്ഷിക്കേണ്ടി വന്ന മിസ്അബ്, ഉമ്മയെ ഉപേക്ഷിക്കേണ്ടി വന്ന മിസ്അബ്, ശരീരമാസകലം ചാട്ടുകൊണ്ട് അടികൊള്ളേണ്ടി വന്ന മുസ്അബ്, ഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാ സുഖസൗകര്യങ്ങളും വലിച്ചെറിയേണ്ടി വന്ന മുസ്അബ്. ആ മുസ്അബ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നപ്പോ ഉഹദിന്റെ പതാക അല്ലാഹുവിന്റെ ഹബീബ് മുസ്അബിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മുസ്അബേ, ഉഹദിന്റെ യുദ്ധത്തിൽ പതാക വഹിക്കേണ്ട ഒരാൾ അങ്ങാണെന്ന്.
മുസ്അബ് റളിയല്ലാഹു അൻഹു ആ പതാക ഏറ്റെടുത്ത പാടെ തീരുമാനിച്ചു, ഉഹദിന്റെ രണാങ്കണത്തിൽ ഉഹദിന്റെ യുദ്ധഭൂമി ജയിച്ചിട്ട് ഈ പതാക എന്റെ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ഞാൻ തിരിച്ചേൽപ്പിക്കുമെന്ന് യുദ്ധത്തിന് പോയി. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ഞാൻ ആ വിഷയങ്ങളൊന്നും പറയുന്നില്ല. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ആദ്യഘട്ടത്തിൽ ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയല്ല. രണ്ടാമത്തെ ഘട്ടം വന്നു. മലമുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് നിർത്തിയ സ്വഹാബികൾ യുദ്ധം അവസാനിച്ചു എന്ന് കരുതി മലമുകളിൽ നിന്ന് താഴേക്കിറങ്ങി. അപ്പോഴാ ശത്രുക്കൾ മലമുകളിലൂടെ കയറുന്നത്. റസൂലുള്ളാഹിക്കും സഹാബികൾക്കും നേരെ അക്രമങ്ങൾ അടിച്ചുവിടുന്നത്. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പല സ്വഹാബികളും പിന്തിരിഞ്ഞോടി. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലും പിമ്പിലും നിന്ന് പതാക ഉയർത്തിപ്പിടിച്ച് യുദ്ധം ചെയ്യുകയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. പതാക ഉയർത്തിപ്പിടിച്ചപ്പോഴാണ് യുദ്ധം ചെയ്യുമ്പോഴാ ഒരു ശത്രുവെന്ന മഹാനവറുകളുടെ വലത് കൈയിന്റെ കൈപ്പത്തിക്ക് ആ പതാക പിടിച്ച കൈപ്പത്തിക്കൊന്നാഞ്ഞ് വെട്ടി കൈപ്പത്തി മുറിഞ്ഞുപോയി. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു, മുസ്അബിന്റെ കൈപ്പത്തി മുറിഞ്ഞതല്ല പ്രശ്നം, എന്റെ റസൂലുള്ള എന്റെ കയ്യിൽ ഏൽപ്പിച്ച പതാക എന്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം നിലത്ത് ഞാൻ വീഴ്ത്തില്ല എന്ന് ഉടനെ മുസ്അബ് റളിയല്ലാഹു അൻഹു വലത് കയ്യിൽ നിന്ന് രക്തം ചീറ്റി ഒലിക്കുന്നുണ്ട്. ഇടത് കൈയിലേക്ക് ആ പതാക മാറ്റിപ്പിടിച്ചത്. മറ്റൊരു ശത്രു വന്ന് ഇടത് കൈയിന്റെ കൈപ്പത്തിയും ആഞ്ഞു വെട്ടി ഇടത് കൈയും മറ്റുപോയി. മുസ്അബിന്റെ രണ്ട് കൈയും മുറിഞ്ഞതല്ല പ്രശ്നം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പതാക നിലത്ത് ഞാൻ വീഴ്ത്തില്ലെന്ന്. ആറ്റുപോയ കൈകൾ കൊണ്ട് പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോഴാണ് ശത്രുവെന്ന് തലങ്ങും മലങ്ങും വെട്ടിയത്. മുസ്അബ് റളിയല്ലാഹു അൻഹു വെട്ടുകൊണ്ട് രണാങ്കണത്തിൽ വീഴുകയാ. രണാങ്കണത്തിൽ വീണും മരണത്തോട് മല്ലടിക്കുകയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. വേദന അസഹനീയമായി. മഹാനവറുകൾ മരണത്തോട് മല്ലടിക്കുന്ന സമയം, അവസാന ഘട്ടമതാ റൂഹങ്ങ് ശരീരത്തിൽ നിന്ന് പോകുന്ന സമയം തന്റെ മുഖം മണ്ണിലേക്ക് ആഞ്ഞു പൊത്തുകയാണ്. തന്റെ മുഖം നേരെ ഉഹദിന്റെ രണഭൂമിയിലേക്ക് അമർത്തിക്കിടന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. യുദ്ധം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധക്കളത്തിലൂടെ നടന്നു നോക്കാറുണ്ട്. ബാക്കിയുള്ള സ്വഹാബികൾ മുഴുവൻ വിളിച്ചു ചേർത്ത് ആരൊക്കെയാ ജീവിച്ചിരിക്കുന്നത്, ആരൊക്കെയാ മരിച്ചത് എന്ന് പരിശോധിക്കാറുണ്ട്. അള്ളാഹിന്റെ ഹബീബ് ഇങ്ങനെ പരിശോധിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ യുദ്ധക്കളത്തിലൂടെ നടന്നു നോക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ മുഖം പൊത്തിയിട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സഹാബാ, ആരാണ് ആ മുഖം പൊത്തി കിടക്കുന്നത്? ആ ആൾ ഒന്ന് മലത്തിക്കിടത്തു സ്വഹാബാ. മലത്തിക്കിടത്തിയപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് ചാലിട്ടൊഴുകിയത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുസ്അബാ റളിയല്ലാഹു അൻഹു, മുസ്അബാണ് റളിയല്ലാഹു അൻഹു. ശരീരത്തിൽ ധാരാളം വെട്ടുകൊണ്ടിട്ടുണ്ട്, കൈപ്പത്തി മുറിഞ്ഞു പോയിട്ടുണ്ട്. മുസ്അബന്റെ അവസാന ഘട്ടം മുഖം പൊത്തി കടന്നതെന്നറിയുമോ? എന്റെ റസൂലുള്ള എന്റെ കയ്യിലേൽപ്പിച്ച പതാക എന്റെ ഹബീബിന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ എങ്ങനെ എന്റെ റസൂലുള്ളാഹിക്ക് മുഖം കൊടുക്കുമെന്നോർത്ത് റൂഹങ്ങ് പോകുന്ന അവസാന ഘട്ടം എന്റെ റസൂലുള്ളാഹിന്റെ മുഖത്തെങ്ങനെ ഞാൻ നോക്കും? എന്റെ ഹബീബിന്റെ കയ്യിലേൽപ്പിച്ച പതാക ആ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു രണഭൂമിയിലേക്ക് മുഖം പൊത്തിക്കിടന്ന മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു